ചാണക്യ ഗുരുവിന്റെ ചില ഉദ്ധരണികൾ. സുഹൃത്ത് ബന്ധങ്ങളുടെ ശക്തി. നിങ്ങൾ ആരായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ കൂടെ കൂട്ടുന്ന ആളുകളാണ്. നിങ്ങൾ നടന്നെടുക്കുന്ന ലക്ഷ്യത്തെക്കാൾ പ്രധാനമാണ് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവർ. ചാണക്യന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ വിജയം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ ശരാശരി നിങ്ങളുടെ 5 അടുത്ത സുഹൃത്തുക്കളുടെ ചിന്താരീതിയായിരിക്കും. ഒരു നല്ല സുഹൃത്ത് ഒരു നിധിയാണ്. മോശം സുഹൃത്ത് ഒരു ബാധ്യതയാണ്. യഥാർത്ഥ സുഹൃത്തിന്റെ പ്രത്യേകതകളൊന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുവാൻ നൽകിയ 3 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഇതാണ്. വിശ്വസ്തത. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും നിങ്ങളെ താങ്ങി നിർത്തുന്നവൻ. 2. തെറ്റുകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശരിയായ ഉപദേശം നൽകാൻ കഴിവുള്ളവൻ. 3. സത്യസന്ധത. കൈപ്പേറിയ സത്യമാണെങ്കിൽ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാൻ ധൈര്യമുള്ളവൻ. കേവലം സന്തോഷ സമയങ്ങളിൽ മാത്രം കൂടെയുള്ളവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. ചാണക്യൻ പറയുന്നു, ദുരിത സമയങ്ങളിൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കാത്തവനാണ് യഥാർത്ഥ സുഹൃത്ത്. അവർ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടില്ല, മറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ നിങ്ങളെ പ്രചോദിപ്പിക്കും. നിങ്ങൾ പറക്കുന്ന അതേ ദിശയിലേക്ക് ചിന്തിക്കുന്നവരായിരിക്കണം അവർ. രണ്ടാമതായി, നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചാണക്യ ഗുരു പറയുന്നു. ജീവിതത്തിൽ എവിടെ എപ്പോൾ ആരുമായി ഇടപഴകണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു വ്യക്തിയെ നിങ്ങളുടെ സ്വകാര്യ ഇടത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, അതായത് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അവരുടെ സംസാര രീതി ശ്രദ്ധിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ നിങ്ങളെക്കുറിച്ചും മോശമായി സംസാരിക്കും. അവരുടെ കണ്ണുകളിലെ ഭാവം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടോ അതോ അസൂയുണ്ടോ എന്ന് വ്യക്തമായി നിരീക്ഷിക്കുക. അവരുടെ ചെലവഴിക്കൽ രീതികൾ ശ്രദ്ധിക്കുക. ദൂർത്തടിക്കുന്നവനും കൃത്യമായ ലക്ഷ്യമില്ലാത്തവനുമായ ഒരു സുഹൃത്ത് നിങ്ങളെയും തെറ്റായ ദിശയിലേക്ക് വലിച്ചഴയ്ക്കുവാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും ബഹുമാനിക്കുന്നവനായിരിക്കണം. നല്ലൊരു സുഹൃത്ത് ബന്ധം എങ്ങനെ നമുക്ക് സ്ഥാപിച്ചെടുക്കാം? നല്ല സുഹൃത്തിനെ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ചാണക്യന്റെ മറുപടി വളരെ ലളിതമാണ്. നിങ്ങൾ ഒരു നല്ല സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. സ്വയം മൂല്യമുള്ളവനായി മാറുക. അപ്പോൾ മൂല്യമുള്ള ആളുകൾ നിങ്ങളെ തേടി വരും. തുല്യമായ ഗുണമുള്ളവർ പരസ്പരം ആകർഷിക്കപ്പെടും. ഒരേ വഴിയിൽ നടക്കുന്നവർ മാത്രമേ ഒരുമിച്ച് നടക്കുകയുള്ളൂ. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. അതാണ് ചാണക്യന്റെ ഏറ്റവും വലിയ തന്ത്രം.